ഖത്തറിലെ ഇന്ത്യൻ എംബസി അപെക്സ് ബോഡി തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. വാശിയേറിയ പ്രചാരണം നടന്ന തെരഞ്ഞെടുപ്പിൽ ICC പ്രസിഡന്റായി AP മണികണ്ഠനെയും ICBF പ്രസിഡന്റായി ഷാനവാസ് ബാവയെയും ISSE പ്രസിഡന്റായി EP അബ്ദുറഹിമാനെയും തെരഞ്ഞെടുത്തു. ഫൈസൽ ഹംസ വിവരങ്ങൾ നൽകും. ഫൈസൽ, അപെക്സ് ബോഡിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആരൊക്കെയാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്? ആരൊക്കെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്? ദിവ്യ, ഖത്തറിലെ ഇന്ത്യൻ എംബസി അപെക്സ് സംഘടനകളായ ഇന്ത്യൻ കൾച്ചറൽ സെന്റർ, ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറം, ഇന്ത്യൻ സ്പോർട്സ് സെന്റർ എന്നീ സംഘടനകളിലേക്കാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ന് രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു വോട്ടെടുപ്പ് സമയം. ഓൺലൈനായാണ് വോട്ടെടുപ്പ് നടന്നത്. ഇതിൽ ISCയിലേക്ക്, അതായത് ICCയിലേക്ക്, ഇന്ത്യൻ കൾച്ചറൽ സെന്ററിലേക്ക് നിലവിലെ പ്രസിഡന്റായ AP മണികണ്ഠൻ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് 1222 വോട്ടാണ് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന്റെ എതിരാളിയായി മത്സരിച്ചിരുന്നത് മുൻ ISC അടക്കമുള്ളതിന്റെ വൈസ് പ്രസിഡന്റ് ആയി സ്ഥാനം വഹിച്ചിരുന്ന ഷെജി വലിയകത്തായിരുന്നു. ഷെജി വലിയകത്തിനെയാണ് അദ്ദേഹം തോൽപ്പിച്ചിരിക്കുന്നത്. മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായി, അതായത് ICCയിലേക്ക് 4 മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ കൂടിയുണ്ട്. അത് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എബ്രഹാം ജോസഫ്, നന്ദിനി അബ്ബഗൌനി, അഫ്സൽ അബ്ദുൽ മജീദ്, ശാന്തനു ദേശ്പാണ്ഡെ എന്നിവരാണ്. അതോടൊപ്പം തന്നെ ഈ 4 പേർ വോട്ടെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. അതോടൊപ്പം തന്നെ AO പ്രതിനിധികളായത് ഇന്ത്യൻ ICCയിലേക്ക് അതിന്റെ AO അസോസിയേറ്റ് ഓർഗനൈസേഷൻ പ്രതിനിധികളായിട്ടും പ്രദീപ് പിള്ളൈ, രവീന്ദ്ര പ്രസാദ് സുബ്രഹ്മണ്യൻ, സന്ദീപ് ശ്രീറാം റെഡ്ഡി, ഈ 3 പേരെയും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതായത് മൊത്തം 7 പേരാണ് ICCയിലെ മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ 4 പേർ വോട്ടെടുപ്പിലൂടെയും മറ്റു 3 പേർ AO അംഗങ്ങളെ നോമിനേഷൻ വഴിയുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ICBF, ഏറ്റവും ശക്തമായ പ്രചാരണം നടന്ന, വോട്ടെടുപ്പ് നടന്ന ഒരു മത്സരം ICBFിലായിരുന്നു, ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറം. നിലവിലെ പ്രസിഡന്റായിരുന്ന ഷാനവാസ് ബാവ തന്നെയാണ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 3856 വോട്ടാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. മുൻ ICBF ജനറൽ സെക്രട്ടറി ആയിരുന്ന സാബിത് സഹീറിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായി ഈ ICBFിലേക്ക് ദീപക് ഷെട്ടി, ജാഫർ തയ്യൽ, നിർമ്മല ഗുരു, റഷീദ് അഹമ്മദ് എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിസാമുദ്ദീൻ ഖാജ, AO പ്രതിനിധിയായി, ICBFിലേക്ക് ഒരു AO പ്രതിനിധിക്കാണ് നോമിനേഷൻ വഴി തെരഞ്ഞെടുക്കപ്പെടാൻ അർഹതയുള്ളത്. അത് നിസാമുദ്ദീൻ ഖാജയെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ISCയിലേക്ക്, ഇന്ത്യൻ സ്പോർട്സ് സെന്ററിലേക്ക്, ഖത്തറിലെ ഇന്ത്യക്കാരുടെ കായികവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ISC ആണ്. ഇന്ത്യൻ സ്പോർട്സ് സെന്ററിലേക്കും നിലവിലെ പ്രസിഡന്റായ EP അബ്ദുറഹ്മാൻ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 1155 വോട്ടാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായി അബ്ദുൾ ബഷീർ തുവാരിക്കൽ, ഹംസ യൂസഫ്, കവിത മഹീന്ദ്രൻ, ദീപക് ചുക്കാല എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഈ ISCയിൽ AO പ്രതിനിധിയായി എതിരില്ലാതെ അബ്ദുൽ അസീമും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വളരെ വാശിയേറിയ പ്രചാരണങ്ങളാണ് കഴിഞ്ഞ 1 മാസമായി ഇന്ത്യൻ എംബസി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ വളരെ വാശിയേറിയ പ്രചാരണങ്ങളാണ് ഇരുപക്ഷവും നടത്തിയിരുന്നത്. ആ പ്രചാരണങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ നിലവിലെ പ്രസിഡന്റുമാരായിരുന്ന 3 പേരെയും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ സാംസ്കാരികമായ പരിപാടികൾക്ക് നേതൃത്വം നൽകുക ഇനിയുള്ള 2 വർഷം AP മണികണ്ഠനായിരിക്കും എന്നുള്ളതാണ്. ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ബെനവലന്റ് ആക്ടിവിറ്റീസ്, ചാരിറ്റി ആക്ടിവിറ്റീസിന് നേതൃത്വം നൽകുക നിലവിലെ പ്രസിഡന്റ് ആയിരിക്കുന്ന അടുത്ത 2 വർഷം കൂടി ഷാനവാസ് ബാവ തന്നെയായിരിക്കും. അതോടൊപ്പം തന്നെ കായിക മേഖലയിലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് EP അബ്ദുറഹ്മാനും തന്നെ നേതൃത്വം നൽകും എന്നുള്ളതാണ്. ദിവ്യ, ശരി, ഫൈസൽ ഹംസയാണ് വിവരങ്ങൾ നൽകിയത്.